എല്ലാവർക്കും നമസ്കാരം. ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ വിവേകാനന്ദൻ്റെ ജീവചരിത്രത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. 4 കൊല്ലത്തെ അത്യധ്വാനത്താൽ ആരോഗ്യ തകർച്ചയുള്ള ആളെങ്കിലും എന്ത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ സന്നദ്ധവും അജയ്യവുമായ മനക്കരുത്തോടും ഉത്സാഹത്തിമിർപ്പോടും കൂടിയ ഒരു മനുഷ്യനായി തന്നെ 1896 ഡിസംബർ 16 സ്വാമിജി ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏക ചിന്ത ഭാരതമായിരുന്നു. സമ്പന്നവും ശക്തിയേറിയതുമായ പാശ്ചാത്യ രാജ്യത്ത് 4 കൊല്ലം താമസിച്ച ശേഷം ഭാരതത്തെക്കുറിച്ചും അവിടെ തന്നെ കാത്തു നിൽക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചും എന്തു വിചാരിക്കുന്നുവെന്ന് ഭാരതത്തിലേക്ക് പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു സ്നേഹിതൻ ചോദിച്ചു. സ്വാമിജിയുടെ മറുപടി ഇതായിരുന്നു: ഞാൻ ഭാരതം വിടും മുമ്പ് ഭാരതത്തെ സ്നേഹിച്ചു. ഇപ്പോൾ അവിടുത്തെ പൂഴി പോലും എനിക്ക് പവിത്രതരമായി തീർന്നിരിക്കുന്നു. ഇന്ന് അതെനിക്കൊരു പാവനമായ തീർത്ഥാടന കേന്ദ്രമാണ്, പുണ്യതീർത്ഥമാണ്. ലണ്ടനിൽ നിന്നും സേവിയർ ദമ്പതികൾ സ്വാമിജിയെ അനുഗമിച്ചു. മിസ്റ്റർ ഗോഡ്വിൻ നേപ്പിൾസിൽ വെച്ച് അദ്ദേഹവുമായി ചേർന്നു. സ്വാമിജിക്ക് അത്യാവശ്യമായിരുന്ന വിശ്രമം കപ്പൽ യാത്ര നൽകി. ഭാരതത്തെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം ഉത്സാഹഭരിതനായിരുന്നു. ഭാരതത്തിലേക്ക് മടങ്ങുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഭാരതീയ തത്വചിന്ത ക്രിസ്ത്യൻ സദസ്സിന് മുമ്പാകെ അവതരിപ്പിക്കുന്നതിൽ തനിക്ക് നേരിടേണ്ടി വന്ന വലിയ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒരു സ്നേഹിതനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് വികാരാധീനനായി ഒരു പ്രവചനമെന്ന പോലെ ഇങ്ങനെ വിളിച്ചു പറയുകയുണ്ടായി: ഞാൻ പറയുന്നത് ഭാരതം ശ്രദ്ധിക്കണം. ഞാൻ ഭാരതത്തെ അതിൻ്റെ അടിത്തട്ട് വരെ പ്രകമ്പനം കൊള്ളിക്കും. അതിൻ്റെ സിരകളിലൂടെ ഞാനൊരു വൈദ്യുതഹർഷം പായിക്കും. കാത്തിരിക്കുക. ഭാരതം എൻ്റെ സ്വന്തം ഭാരതമാണ്. ഞാൻ നിർലോഭമായി എൻ്റെ ജീവരക്തം കൊണ്ട് വേദാന്ത സത്ത എന്ന നിലയിൽ ഇവിടെ നൽകിയ തത്വങ്ങളെ ശരിക്കും വിവേചിച്ചറിയുവാൻ കഴിവുള്ളത് ഭാരതത്തിനാണ്. എൻ്റെ ഭാരതം എന്നെ വിജയാഹ്ലാദത്തോടെ സ്വീകരിക്കും. മാസങ്ങൾക്ക് മുമ്പ് ഉദ്ധരിച്ച ഈ പ്രവചനപരമായ പ്രസ്താവന അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയാണ് ഉണ്ടായത്. കാരണം സ്വാമിജിയുടെ വരവിനെക്കുറിച്ചുള്ള വാർത്ത രാജ്യം മുഴുവൻ പരന്നിരുന്നു. അത് രാജ്യത്ത് പ്രതീക്ഷയുടെ ഒരു വലിയ ചലനം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് അനുയോജ്യമായൊരു സ്വീകരണം നൽകുവാൻ എല്ലായിടത്തും ഗംഭീരമായ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ സ്വാമിജിക്ക് ഇതൊന്നും അറിയാമായിരുന്നില്ല. ഭാരതത്തെ സമീപിക്കാറായപ്പോൾ താൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭാരതത്തിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളോട് യാഥാസ്ഥിതിക ഭാരതത്തിനുള്ള പ്രതികരണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ലൗകികമായ മനസ്സിൽ സന്ദേഹങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ഭാരതത്തിൻ്റെ പ്രതികരണത്തെക്കുറിച്ചുള്ള അശുഭപ്രതീക്ഷാപരമായ ഈ നിർണയത്തിന് അടിസ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഭാരതത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളും മാതൃഭൂമിയിലേക്കുള്ള സ്വാമിജിയുടെ ഒരു ജേതാവെന്ന നിലയിലുള്ള തിരിച്ചുവരവിൽ പുളകം കൊണ്ടു. ഭാരതത്തിൽ എത്തുന്നതുവരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാതിരുന്ന അസംഖ്യം ആളുകൾ അദ്ദേഹം കപ്പലിറങ്ങുന്ന കൊളംബോ തുറമുഖത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. 1897 ജനുവരി 15 അദ്ദേഹം എത്തിയപ്പോൾ കൊളംബോ തുറമുഖത്തെ പൊതിഞ്ഞ് തിങ്ങിയ ജനക്കൂട്ടങ്ങളിൽ നിന്ന് ശക്തമായൊരു ആർപ്പുവിളി ഉയർന്നു. ഒരു വലിയ ജനവിഭാഗം അദ്ദേഹത്തിൻ്റെ പാദം സ്പർശിക്കാനായി മുന്നോട്ടാഞ്ഞു. മുമ്പിൽ കൊടികളോട് കൂടിയ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചു. നാമസങ്കീർത്തനങ്ങൾ ആലപിക്കപ്പെട്ടു. പനിനീരും ഗംഗാജലവും തളിക്കപ്പെട്ടു. വീടുകളുടെ മുമ്പിൽ അഷ്ടഗന്ധം പുകഞ്ഞു. 100 കണക്കിന് ധനികരും ദരിദ്രരും കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവന്നു. മുമ്പൊരിക്കൽ ഭിക്ഷാന്തേഹിയായി ഭാരതത്തിൻ്റെ പൊതുവഴികളിൽ കൂടി നടന്നതുപോലെ വിവേകാനന്ദൻ ഒരിക്കൽ കൂടി തെക്കുനിന്ന് വടക്കോട്ട് നടന്നു. പക്ഷേ ഇപ്പോഴത്തെ യാത്ര അത്യാനന്ദത്താൽ മതിമറന്ന ജനങ്ങളുടെ അകമ്പടിയോട് കൂടിയ ഒരു ജൈത്രയാത്രയായിരുന്നു. രാജാക്കന്മാർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അദ്ദേഹം സഞ്ചരിച്ച വാഹനം വലിച്ചുകൊണ്ട് പോയി. പീരങ്കികൾ മുഴങ്ങി. ആനകളെയും ഒട്ടകങ്ങളെയും ഉൾക്കൊണ്ടിരുന്ന വിചിത്രമായ ഘോഷയാത്രകളിൽ ഗായക സംഘങ്ങൾ വിജയഗാനം ആലപിച്ചു. സിലോണിലെ പ്രധാന നഗരങ്ങളിൽ കൂടി സഞ്ചരിച്ച് സ്വാമിജി
1897 ജനുവരി 26 ഇന്ത്യയിൽ പാമ്പൻ പ്രദേശത്ത് കരക്കിറങ്ങി. അവിടെ നിന്നങ്ങോട്ട് രാമേശ്വരം, രാമനാട്, പരമക്കുടി, മാനാമധുര, മധുര, കുംഭകോണം, തൃഷ്ണാപ്പള്ളി, മദ്രാശി എന്നിങ്ങനെ തെക്കേ ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയുമുള്ള യാത്ര മംഗളപത്ര സമർപ്പണങ്ങളും ആവേശം കൊള്ളിക്കുന്ന മറുപടികളും കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട് ഒരു വിജയഘോഷ യാത്ര പോലെയായിരുന്നു. സ്വാമിജിയുടെ പരിവ്രാജക കാലത്ത് അദ്ദേഹത്തിന് വളരെ പരിചിതമായിരുന്നതും ധാരാളം ഭക്തന്മാരും ആരാധകരും ഉണ്ടായിരുന്നതുമായ മദിരാശി നഗരത്തിലെ ഉന്നത പൗരന്മാരെ കൊണ്ട് തീർത്ത ഒരു സമിതി മുമ്പൊരിക്കലും ആ നഗരം ദർശിച്ചിട്ടില്ലാത്തത്ര വമ്പിച്ച് ജനക്കൂട്ടം പങ്കെടുത്ത ഒരു രാജകീയ സ്വീകരണം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നഗരത്തിൽ ഉളവാക്കിയ നവോന്മേഷം സാംസ്കാരികമായും രാഷ്ട്രീയമായും പാശ്ചാത്യ സാമ്രാജ്യത്വത്തിന് അടിമപ്പെട്ട് മാസ്മര വിദ്യയാൽ എന്ന പോലെ ഉറങ്ങിക്കിടന്ന ജനങ്ങളിൽ കടന്നുകൂടിയ ഒരു പുതിയ ദേശീയ ബോധം എന്ന നിലയിലേക്ക് ഉയർന്നു. അദ്ദേഹം മദിരാശിയിൽ വെച്ച് നടത്തിയ 6 പ്രസംഗങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാരതീയർക്കുള്ള സന്ദേശങ്ങളുടെ കാതൽ. തങ്ങളുടെ സാമുദായിക ഭൂതകാലത്തെ പഴിപറയുകയും പാശ്ചാത്യരുടെ ജീവിത രീതിയെ അന്ധമായി അനുകരിക്കുകയും ചെയ്യാതിരിക്കുവാൻ അദ്ദേഹം ഭാരതീയരോട് ആഹ്വാനം ചെയ്തു. അത് തീർച്ചയായും നാശത്തിലേക്കുള്ള വഴിയാണ്. ഭാരതീയർ പഴമയെ പുകഴ്ത്തുക മാത്രം ചെയ്യുകയോ പുരോഗമനത്തിന്റെ മാർഗം സ്വീകരിക്കാതിരിക്കുകയോ അരുത്. അത് നിഷ്ക്രിയത്വത്തിനും അധോഗതിക്കുമുള്ള വഴിയുമാണ്. ഇന്ത്യക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. മതത്തിലും ദർശനത്തിലും ഭാരതം ലോകത്തിന്റെ ആചാര്യനാണ്. ആ കാര്യത്തിൽ ഇന്ത്യ ഇന്നും ആ പഴയ പ്രതിഭാവിലാസം പുലർത്തുന്നു. മതപുനരുദ്ധാരണം എന്നും ഇന്ത്യയിൽ സാംസ്കാരിക രാഷ്ട്രീയ പുനരുദ്ധാരണത്തിന്റെ നാന്ദിയാണ്. ആത്മീയതയാണ് ഇന്ത്യയുടെ ജീവൻ. അതിന്റെ വൃദ്ധിയാണ് മഹത്വത്തിലേക്കുള്ള അസന്നിഗ്ധമായ മാർഗം. അതിന്റെ ക്ഷയം രാജ്യത്തിന്റെ ആത്മഹത്യാപരമായിട്ടുള്ളതുമാണ്. ഭൗതികശാസ്ത്രം, രാഷ്ട്രതന്ത്രം, സാങ്കേതിക വിദ്യ, സംഘടനാ ചാതുര്യം എന്നിവയിൽ പാശ്ചാത്യരിൽ നിന്ന് പല വിലയേറിയ പാഠങ്ങളും പഠിക്കരുതെന്ന് ഇതിന് അർത്ഥമില്ല. അവരിൽ നിന്ന് ഇന്ത്യക്ക് പഠിക്കാൻ വളരെയേറെയുണ്ട്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയൊരു കാലത്ത് അതിൻ്റെ ആത്മാവിൽ കടന്നുകൂടിയ ഏകാന്ത ജീവിത ഭ്രാന്തിൻ്റെയും ബാഹ്യലോകവുമായുള്ള സമ്പർക്ക വർജനത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ കാര്യങ്ങളിൽ ഭാരതത്തിന് ഏറെക്കുറെയൊക്കെ ന്യൂനതകൾ വന്നു ചേർന്നത്. ലോകം ഭൗതിക വിജ്ഞാനീയത്തിലും സാങ്കേതിക ശാസ്ത്രത്തിലും മുൻപോട്ട് കുതിച്ചപ്പോൾ ഭാരതം തൊട്ടുകൂടായ്മ, ജാതിചിന്ത, അടുക്കള മതം എന്നിവയെ സ്വയം കീർത്തിച്ചുകൊണ്ട് സ്വയം കൂട്ടിനകത്ത് ആത്മതൃപ്തിയോടെ നിലനിന്നു. ഈ പ്രവണതകൾ മറിച്ചാകുകയും വിശാല ലോകവുമായി ബന്ധം പുലർത്തുകയും ജീവിതാഭിവൃദ്ധിക്കു വേണ്ടി മറ്റു രാജ്യങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകൾ ഉൾക്കൊള്ളുകയും വേണം. എന്നാൽ ആ പ്രക്രിയയിൽ യുഗങ്ങളായി ഇന്ത്യ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആത്മീയമായ സൂക്ഷ്മ സംവേദനമെന്ന മഹത്തായ ദേശീയ മേന്മ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തുകയുമരുത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദേശീയമായ അനന്യതയും ദേശീയ സ്വഭാവവും നഷ്ടപ്പെട്ട് ഭാരതം മൃതപ്രായമായി തീരും. ഇന്ത്യയുടെ ആത്മീയതയും പാശ്ചാത്യരുടെ സാങ്കേതിക പുരോഗതിയും ചേർന്ന ഒരു സമൂഹത്തെയാണ് സ്വദേശീയരുടെ മുമ്പിൽ ശ്രീ വിവേകാനന്ദൻ ആദർശമായി ഉയർത്തി കാണിച്ചത്. ദേശീയ പുനരുദ്ധാരണത്തിനുള്ള എല്ലാ സംരംഭങ്ങളിലും സാധാരണക്കാരെ തങ്ങളോടൊപ്പം കൂടെ കൊണ്ടുപോകാത്ത പക്ഷം വലിയ പുരോഗതി നേടാൻ കഴിയുകയില്ലെന്ന് അദ്ദേഹം ഇന്ത്യയിലെ വരേണ്യവർഗത്തിന് താക്കീതു നൽകി. സാധാരണ ജനങ്ങളെ അവഗണിക്കൽ, ഉപനിഷത്ത്, ഗീത എന്നിവയിലെ ജ്ഞാനസമ്പാദനത്തിൽ അവരെ പങ്കാളികളാക്കുവാൻ ഉയർന്ന ജാതിക്കാർ കാണിച്ച വൈമുഖ്യം, താഴ്ന്ന ജാതികളെ അമർച്ച ചെയ്തിരുന്ന ദാരിദ്ര്യം എന്നിവയാണ് ഇന്ത്യയുടെ അധപതനത്തിനുള്ള പ്രധാന കാരണം. യഥാർത്ഥത്തിൽ അദ്ദേഹം പല പ്രസംഗവേദികളിൽ നിന്നും പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ പാശ്ചാത്യ സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം മഹാമത സമ്മേളനമായിരുന്നില്ല. പിന്നെയോ തനിക്ക് തീവ്രമായ അനുകമ്പ തോന്നിയ പട്ടിണി പാവങ്ങളുടെ ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള തൻ്റെ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിന്
സമ്പന്നമായ പാശ്ചാത്യ രാജ്യങ്ങൾ വല്ല സഹായമാർഗവും നൽകുമോ എന്ന് കണ്ടെത്തലായിരുന്നു. ഈ നിലയിൽ അദ്ദേഹത്തിൻ്റെ പാശ്ചാത്യ പര്യടനം ഒരു പരാജയമായിരുന്നു എന്നും പറയാം. കാരണം മിസ്സിസ് ഓൾബുൾ, മിസ്സിസ് ഹെൻറിറ്റ മുള്ളർ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് സേവിയർ മുതലായ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സ്നേഹിതന്മാരും ശിഷ്യന്മാരും 2 സന്യാസി കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഗണ്യമായ തുക സംഭാവന ചെയ്തു എങ്കിലും പാശ്ചാത്യർ സാധാരണയായി ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളെപ്പറ്റി ശ്രീ വിവേകാനന്ദനെ പോലെ അത്രമാത്രം തൽപരരല്ലെന്ന് അദ്ദേഹം കണ്ടു. അവർക്ക് ഇന്ത്യ നൽകുന്ന ആത്മീയ സഹായത്തിന് പ്രതികരിക്കും എന്നല്ലാതെ അതിനപ്പുറം അവർ പോവുകയില്ല എന്നും അദ്ദേഹം മനസ്സിലാക്കി. ഇന്ത്യക്ക് എന്തെങ്കിലും കാര്യമായ സാമ്പത്തിക സഹായം നൽകുവാൻ ആർക്കും മനസ്സുണ്ടായിരുന്നില്ല. അതിന് ഇന്ത്യ സ്വന്തം മാർഗങ്ങളെ അവലംബിക്കേണ്ടിയിരിക്കുന്നു. ധനത്തിനു വേണ്ടി യാചിക്കുവാനോ സാങ്കേതിക ശാസ്ത്രം പഠിക്കുവാനോ വേണ്ടി മാത്രം ഭാരതം ഒരിക്കലും പാശ്ചാത്യ രാജ്യങ്ങളെ സമീപിക്കരുതെന്ന് അദ്ദേഹത്തിൻ്റെ പാശ്ചാത്യ രാജ്യങ്ങളിലെ അനുഭവം അദ്ദേഹത്തെ പഠിപ്പിച്ചു. അർത്ഥിയും ദാതാവും തമ്മിൽ ഒരിക്കലും സമത്വം സാധ്യമല്ല. നാം പാശ്ചാത്യർക്ക് പകരമായി എന്തെങ്കിലും നൽകണം. അതിന് പടിഞ്ഞാറിന് വലിയ ആവശ്യമുള്ള ഭാരതത്തിൻ്റെ ആത്മീയ അനുഭവങ്ങളിൽ ഭാരതത്തിന് ധനസമ്പുഷ്ടിയുണ്ട്. പരിശുദ്ധവും തീവ്രവുമായ സ്വരാജ്യ സ്നേഹത്തിൻ്റെ സന്ദേശം, ഇന്ത്യൻ ജനതയെ ഒന്നായി കണ്ടുകൊണ്ടുള്ള സ്നേഹം, അതായിരുന്നു അദ്ദേഹം ഈ പ്രസംഗങ്ങളിൽ കൂടിയും മറ്റു ഉദ്ബോധനങ്ങളിൽ കൂടിയും പ്രകടിപ്പിച്ച മറ്റൊരു മഹത്തായ മനോവികാരം. അനവധി ഭാഷകളുടെയും മതങ്ങളുടെയും വംശവ്യത്യാസങ്ങളുടെയും ജാതികളുടെയും സാമൂഹിക പ്രാദേശിക പാരമ്പര്യങ്ങളുടെയും നാടാണ് ഭാരതം. ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ നിവാസികളായ എല്ലാ ജനങ്ങളിലും ഒളിമങ്ങിയ സാംസ്കാരികമായ ഒരു ഏകതാഭാവം എന്നും നിലനിന്നിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ രാജ്യത്തെ മുഴുവൻ ഏകോപിപ്പിക്കപ്പെട്ടതിനു ശേഷം മാത്രമാണ് രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ ഒരുമിച്ച് ചേരുവാനും ഭാഷ, മത, സാംസ്കാരിക വ്യത്യാസങ്ങൾ ഉണ്ടെന്നിരിക്കലും ഒരു ദേശീയബോധം വളർത്തുവാനും തുടങ്ങിയത്. ഈ ദേശീയോത്കരണത്തിൻ്റെ അടിസ്ഥാനമായ രാജ്യസ്നേഹപരമായ മനോവികാരത്തിൻ്റെ ആദിശില്പികളിൽ ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ദേശീയ ചക്രവാളത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദയം രാജ്യത്തെയൊന്നാകെ പുളകം കൊള്ളിച്ചു. മദ്രാശിയിലെ പ്രസംഗവേദികളിൽ നിന്ന് ഉയർന്ന അദ്ദേഹത്തിൻ്റെ ശക്തിമത്തായ പ്രഭാഷണങ്ങൾ പൊതുവായുണ്ടായിരുന്ന സാംസ്കാരികമായ ആത്മബോധത്തെയും മഹത്തായ ഒരു പ്രാചീന പാരമ്പര്യത്തിൻ്റെ ബോധത്തെയും ഭാവിയിലേക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന കുറെ കൂടി മഹത്തായ ബോധത്തെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു ദേശീയ വ്യക്തിത്വത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെ സമാകർഷിച്ച് സ്വാമിജി പറഞ്ഞത് ഇപ്രകാരമാണ്: അടുത്ത 50 കൊല്ലത്തേക്ക് മറ്റു നിരർത്ഥക ദൈവങ്ങൾ തൽക്കാലം നമ്മുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ. നമ്മുടെ ജനവർഗം അതുമാത്രമാണ് ഉണർന്നിരിക്കുന്ന ഏകദൈവം. എല്ലായിടത്തും ആ ദൈവത്തിൻ്റെ കരങ്ങൾ, എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ, എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ. ആ ദൈവം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു. മറ്റു ദൈവങ്ങളെല്ലാം ഉറങ്ങുകയാണ്. നാം നിരർത്ഥകമായ ദൈവങ്ങളുടെ പിറകെ പോകുന്നു. പക്ഷേ നമുക്ക് ചുറ്റിലുമുള്ള ദൈവത്തെ, മനുഷ്യരും മൃഗങ്ങളും എല്ലാം നാം ആദ്യമായി ആരാധിക്കേണ്ട ദൈവം നമ്മുടെ സ്വന്തം നാട്ടുകാരാണ്. ഈ വാക്കുകളുടെ മുഴങ്ങുന്ന പ്രതിധ്വനികൾ ഓർത്തു നോക്കുക. അദ്ദേഹം സ്വരാജ്യ സ്നേഹം എന്നതിന് കൊടുത്തിട്ടുള്ള നിർവചനം രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒന്നാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ സ്വരാജ്യ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. എനിക്ക് എൻ്റേതായ രാജ്യസ്നേഹാദർശവുമുണ്ട്. വമ്പിച്ച നേട്ടങ്ങൾക്ക് 3 കാര്യങ്ങൾ ആവശ്യമാണ്. 1. ഹൃദയം മുട്ടെ തപിക്കുക. ബുദ്ധിയിൽ അല്ലെങ്കിൽ യുക്തിയിൽ എന്തിരിക്കുന്നു അതല്പം മുന്നോട്ട് പോകുന്നു, പിന്നെ നിന്നു പോകുന്നു. പക്ഷേ ഹൃദയത്തിലൂടെ പ്രചോദനം വരുന്നു. സ്നേഹം തുറക്കാത്ത പടിവാതിലുകൾ തുറക്കുന്നു. എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളിലേക്കുമുള്ള പടിവാതിലത്രേ സ്നേഹം. അതിനാൽ പരിഷ്കർത്താക്കളാകാൻ പോകുന്നവരെ ഹൃദയാനുകമ്പ വളർത്തുക. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹചിന്തയുണ്ടോ? ദൈവങ്ങളുടെയും ഋഷിവര്യന്മാരുടെയും പിൻതലമുറക്കാരായ കോടാനുകോടി ജനങ്ങൾ മൃഗങ്ങളെപ്പോലെ അയൽവാസികളായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജനകോടികൾ ഇന്ന് പട്ടിണി കിടക്കുന്നുവെന്നും ജനകോടികൾ യുഗങ്ങളായി പട്ടിണി കിടന്നിരുന്നുവെന്നും നിങ്ങൾ അറിയുന്നുണ്ടോ? അജ്ഞാനം ഒരു കറുത്ത മേഘമായി ഈ ഭൂമിക്ക് മുകളിൽ വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ?
അത് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടോ? അത് നിങ്ങളെ നിദ്രാവിഹീനരാക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ സിരകളിൽ കൂടി കടന്ന് രക്തത്തിൽ കലർന്ന് ഹൃദയസ്പന്ദനത്തിനൊപ്പം തുടിക്കുന്നുണ്ടോ? അത് നിങ്ങളെ മിക്കവാറും ഭ്രാന്തുള്ളവരാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ പെരുമ, കീർത്തി, നിങ്ങളുടെ ഭാര്യ, കുട്ടികൾ, സ്വത്ത് എന്നുവേണ്ട നിങ്ങളുടെ സ്വന്തം ശരീരം എന്നു തുടങ്ങിയ എല്ലാറ്റിനെയും വിസ്മരിച്ച് രാജ്യത്തിന് വന്നു ചേർന്ന ദുഃഖത്തെയും നാശത്തെയും കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? ഇതാണ് സ്വരാജ്യസ്നേഹിയാകുന്നതിനുള്ള ആദ്യ കാൽവയ്പ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആർദ്രതയുണ്ടാകും. പക്ഷെ നിങ്ങളുടെ ഊർജത്തെ വൃഥാ വാക്കുകളിൽ ചെലവഴിക്കാതെ ഈ ജീവിതമാകുന്ന മരണത്തിൽ നിന്ന് ജനങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വല്ല പ്രായോഗിക മാർഗവും, നിന്ദയ്ക്കു പകരം അല്പം സഹായവും ക്ലേശങ്ങൾക്ക് എന്തെങ്കിലും ആശ്വാസവും നൽകാനുള്ള മാർഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുകൊണ്ടും മുഴുവനായില്ല. പർവ്വതത്തോളം ഉയർന്ന തടസ്സങ്ങളെ മറികടക്കുവാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ഈ 3 കഴിവുകളുമുണ്ടെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരും അത്ഭുതം സൃഷ്ടിക്കും. തൊഴിലിൻ്റെ മട്ടിലായി തീർന്നിട്ടുള്ള കക്ഷി രാഷ്ട്രീയം രാജ്യ നന്മയെയും സ്വരാജ്യ സ്നേഹത്തെയും ദേശീയ ജീവിതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തിരിക്കുന്ന കാലത്ത് സ്വാമിജിയുടെ വാക്കുകൾ തികച്ചും പ്രസക്തങ്ങളാണ്. 1897 ഫെബ്രുവരി 6 മുതൽ 15 വരെ മദ്രാശിയിൽ താമസിച്ച 9 ദിവസത്തിനിടയിൽ സ്വാമിജി 6 ഉജ്ജ്വല പ്രസംഗങ്ങൾ ചെയ്തു. ആശയ സമ്പത്തിലും ശക്തിയിലും ഇവയെ വെല്ലുന്ന ഒരു സന്ദേശവും ഈ രാജ്യം മുമ്പും പിമ്പും പിന്നെ കേട്ടിട്ടില്ല. ചുരുക്കെഴുത്തുകാരൻ ഗോഡ്വിന് നന്ദി. അദ്ദേഹം കാരണം ആ പ്രസംഗങ്ങൾ ഇന്ത്യയുടെ ആധുനിക ദേശീയ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഒന്നായി അച്ചടിച്ചു വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള നിരവധി യഥാർത്ഥ രാജ്യസ്നേഹികൾക്ക് ആ പ്രസംഗങ്ങൾ ആവേശം പകർന്നിട്ടുമുണ്ട്. സ്വാർത്ഥികളായ രാഷ്ട്രീയ നേതാക്കളാൽ വഴിതെറ്റിപ്പിക്കപ്പെട്ട ഇന്നത്തെ തലമുറയിൽ യഥാർത്ഥവും സൃഷ്ടിപരവുമായ ദേശീയ ചിന്തയും സ്വരാജ്യ സ്നേഹവും വളർത്തിയെടുക്കുവാൻ ആ പ്രസംഗങ്ങളുടെ പഠനം ഇന്നും വളരെ ആവശ്യമാണ്. മദ്രാശിയിൽ നിന്നും സ്വാമിജി കപ്പൽ മാർഗം കൽക്കത്തയിലേക്ക് തിരിച്ചു. പക്ഷെ മദ്രാശി വിടുന്നതിന് മുമ്പ് തന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കേന്ദ്രം മദ്രാശിയിൽ സ്ഥാപിക്കണമെന്ന് ആ നഗരത്തിലെ ഭക്തന്മാരുടെയും ആരാധകരുടെയും ആത്മാർത്ഥമായ അപേക്ഷയ്ക്ക് അദ്ദേഹം വഴങ്ങി. അത് നിറവേറ്റുന്നതിനായി 1897 ഫെബ്രുവരി 19 കൽക്കത്തയിലെത്തിയപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് മദ്രാശിയിൽ മഠം സ്ഥാപിക്കാനായി തന്റെ സഹപ്രവർത്തകനായ ശ്രീ രാമകൃഷ്ണാനന്ദ സ്വാമികളെ നിയോഗിച്ചു എന്നതാണ്. സ്വാമിജിയുടെ സന്യാസ സംഘടനയിലെ ആദ്യത്തെ ശാഖ എന്ന ബഹുമതി മദ്രാശിയിലെ മഠത്തിന് അവകാശപ്പെടാം. തന്റെ ജന്മദേശമായ കൽക്കത്ത നഗരത്തിൽ ഒരു ഗംഭീര സ്വീകരണം അദ്ദേഹത്തെ കാത്തുനിന്നിരുന്നു. അവിടെ അദ്ദേഹം ആവേശകരമായ 2 പ്രസംഗങ്ങൾ ചെയ്യുകയുണ്ടായി. പക്ഷേ അദ്ദേഹം അതിനകം ക്ഷീണിതനും രോഗഗ്രസ്തനുമായതിനാൽ ദക്ഷിണേന്ത്യയിലെ പോലെ കൂടുതൽ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് മൈക്രോഫോണുകളോ ഉച്ചഭാഷണികളോ ഉണ്ടായിരുന്നില്ല. ഒരേ സമയത്ത് 2 അതിൽ കൂടുതലോ മണിക്കൂർ നേരം വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കുക എന്നത് സുശക്തനും ആരോഗ്യവാനുമായ ഒരാളുടെ ശേഷിയെ തന്നെ വെല്ലുവിളിക്കുന്നതാണ്. ഈ അത്യധ്വാനത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ആരോഗ്യം ബാധിക്കപ്പെട്ടു. പ്രത്യേകിച്ച് പ്രമേഹ രോഗത്തിന്റെ കൂടി ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെട്ടതു മൂലം. പുറമെ സ്വന്തം പ്രവർത്തനങ്ങളെ ഏകീകരിക്കുക എന്ന കർത്തവ്യം നിർവഹിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സമയം കൂടുതൽ ആവശ്യമായി വന്നു. തന്റെ ഗുരുദേവൻ ജീവിച്ചിരുന്നതും തന്റെ സാധാരണക്കാരും സന്യാസിമാരുമായ ശിഷ്യവിഭാഗങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നതുമായ നഗരമായിരുന്നു കൽക്കത്ത. അതിനാൽ അവിടെ അദ്ദേഹത്തിന് പ്രസംഗത്തെക്കാൾ അധികം പ്രധാനപ്പെട്ട ജോലി ചെയ്യേണ്ടതുണ്ടായിരുന്നു. തുടക്കത്തിൽ അദ്ദേഹം അധിക സമയവും കാശീപുരത്തിലെ ഗോപാൽലാൽ ശീലിന്റെ ഉദ്യാനഗൃഹത്തിൽ കഴിച്ചുകൂട്ടി. സന്ദർശകരെ സ്വീകരിക്കുന്നതിനും ഒട്ടനവധി ജീവിത തുറകളിൽ ഉൾപ്പെട്ട പ്രമുഖന്മാരുമായി ചർച്ചകൾ നടത്തുന്നതിനും ഔദ്യോഗിക വസതിയായി ഉപയോഗിക്കുവാൻ സ്വീകരണ സംഘം അദ്ദേഹത്തിന് നൽകിയതാണ് ആ ഗൃഹം. എന്നാൽ സായാഹ്ന വേളകളിലും രാവുകളിലും 1888 താൻ സഞ്ചരിക്കുന്ന സന്യാസിയായി പുറപ്പെട്ടപ്പോൾ കൂട്ടുപിരിഞ്ഞ സഹോദര സന്യാസിമാരുടെ സമൂഹത്തോടൊപ്പം അദ്ദേഹം ചെലവഴിച്ചു. ശ്രീരാമകൃഷ്ണദേവന്റെ സമാധിക്ക് ശേഷം
അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാവുന്നതും രാമകൃഷ്ണ സന്യാസി സംഘത്തിലെ സന്യാസിമാർക്ക് ഒരു സമൂഹമെന്ന മട്ടിൽ ഒത്തുചേരാവുന്നതുമായ ഒരു മഠം സ്ഥാപിക്കണമെന്നത് സ്വാമിജിയുടെ അതിയായ ഒരു ആഗ്രഹമായിരുന്നു. എന്നാൽ സാമ്പത്തിക ഞെരുക്കവും പൊതുജന സഹായമില്ലായ്കയും മൂലം അന്നത് സാധിച്ചില്ല. അതിനാൽ ഗുരുവിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ആദ്യം ബാരാനഗറിലും പിന്നീട് അലംബസാർ എന്ന സ്ഥലത്തും അവസാനം ബേലൂരിൽ നീലാംബര ബാബുവിന്റെ കെട്ടിടത്തിലും സൂക്ഷിക്കപ്പെട്ടു. താൽക്കാലികമായ ആ സ്ഥലങ്ങൾ സന്യാസി സംഘം താമസിച്ചു പോന്ന മഠങ്ങൾ കൂടി ആയിരുന്നു. സന്യാസിമാരിൽ മിക്കവരും പരിവ്രാജകരായി നീണ്ട കാലത്തേക്ക് പുറത്തുപോയിക്കൊണ്ടിരുന്നപ്പോൾ രാമകൃഷ്ണാനന്ദ സ്വാമി മാത്രം ഗുരുവിന്റെ ഭൗതികാവശിഷ്ടങ്ങൾക്ക് കാവലിരിക്കുകയും മഠത്തിന്റെ തുടർച്ച നിലനിർത്തി പോരുകയും ചെയ്തു. ഗുരുദേവന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് സ്ഥിരമായൊരു സ്ഥലം ഉണ്ടാക്കണമെന്ന സ്വാമിജിയുടെ ചിരകാലാഭിലാഷം സഫലമായി. 1898 മാർച്ച് മാസത്തിൽ ബേലൂരിൽ 7 ഏക്കറിൽ പരം വിസ്തീർണമുള്ള ഒരു സ്ഥലം ഗംഗാതീരത്ത് 39,000 രൂപയ്ക്ക് വാങ്ങുവാൻ സ്വാമിജിക്ക് സാധിച്ചു. ഇംഗ്ലണ്ടിലെ മിസ് എഫ് ഹെൻറിറ്റ മുള്ളർ എന്ന ഒരു ഭക്തയാണ് ഈ സംഖ്യ സ്വാമിജിക്ക് സംഭാവന ചെയ്തത്. മിസിസ് ഓൾബുൾ എന്ന ഒരു അമേരിക്കൻ ശിഷ്യ ബേലൂർ മഠം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ പണം സംഭാവനയായി നൽകി. മാത്രമല്ല ഒരു നല്ല സംഖ്യ മഠത്തിലേക്ക് ദ്രവ്യനിക്ഷേപമായി നൽകുകയും ചെയ്തു. 1899 ജനുവരി 2 ബേലൂർ മഠത്തിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. ഗുരുദേവന്റെ ഭൗതികാവശിഷ്ടങ്ങൾക്ക് സ്ഥിരമായ വിശ്രമ സ്ഥലമായും ശ്രീരാമകൃഷ്ണന്റെ സന്ദേശങ്ങൾ കാലക്രമത്തിൽ ലോകം മുഴുവൻ പ്രസരിപ്പിക്കുന്നതിനുള്ള സന്യാസി കേന്ദ്രമായും ആ മഠം പവിത്രീകരിക്കപ്പെട്ടു. കുറച്ചുകാലം കഴിഞ്ഞ് 1899 മാർച്ച് മാസത്തിൽ മഞ്ഞണിഞ്ഞ ഹിമാലയ സാനുക്കളിൽ ഏകദേശം 7000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മായാവതി എന്ന പ്രദേശത്ത് വിസ്തൃതവും മനോഹരവുമായ ഒരു എസ്റ്റേറ്റിന്റെ രൂപത്തിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കപ്പെട്ടു. പാശ്ചാത്യ ശിഷ്യന്മാർക്ക് പറ്റുന്ന ശീതോഷണാവസ്ഥയിൽ വേദാന്ത പഠനത്തിനും അദ്വൈത വേദാന്ത പരിശീലനത്തിനും വേണ്ടി ഇംഗ്ലണ്ടിലെ ആത്മാർത്ഥതയുള്ള 2 ശിഷ്യന്മാർ സ്വാമിജിയുടെ നിർദ്ദേശാനുസരണം സ്ഥാപിച്ചതാണ് ഈ അദ്വൈതാശ്രമം. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളോ ധനികന്മാരോ മഹാരാജാക്കന്മാരോ അല്ല, മറിച്ച് ആത്മാർത്ഥതയുള്ള ഏതാനും പാശ്ചാത്യ ഭക്തന്മാരും ശിഷ്യന്മാരുമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ അടിത്തറ പണിയുവാൻ വിവേകാനന്ദ സ്വാമിയെ സഹായിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണന്റെയും സ്വാമി വിവേകാനന്ദന്റെയും അനുയായികൾക്ക് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെട്ട് ഈ 4 പാശ്ചാത്യർക്കാണ് എപ്പോഴും നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ളത്. പ്രധാനമായും സന്യാസി സങ്കേതമായി മഠം സ്ഥാപിച്ചതോടൊപ്പം തന്നെ സാധാരണ ശിഷ്യന്മാർക്കും സന്യാസിമാർക്കും ഒരുമിച്ച് കൂടി ആത്മീയതയും സേവന മനോഭാവവും വളർത്തുവാനുള്ള ഒരു സംഘടനയും കൂടി സ്വാമിജി സ്ഥാപിച്ചു. 1897 മെയ് മാസം 1 കൂടിയ ഒരു യോഗത്തിൽ വെച്ച് രാമകൃഷ്ണ മിഷൻ എന്ന പേരിൽ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരും സന്യാസി ശിഷ്യന്മാരും അടങ്ങിയ ഒരു സംഘം രൂപവൽക്കരിക്കപ്പെട്ടു. സംഘത്തിന്റെ ഉദ്ദേശം മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ശ്രീരാമകൃഷ്ണൻ പഠിപ്പിക്കുകയും സ്വന്തം ജീവിതത്തിൽ പ്രയോഗിച്ച് പ്രകടമാക്കുകയും ചെയ്ത തത്വങ്ങളെ പ്രചരിപ്പിക്കുക എന്നതും ഈ തത്വങ്ങളെ ലൗകികവും മാനസികവും ആത്മീയവുമായ ഒരു ഉന്നമനത്തിനു വേണ്ടി അവരുടെ ജീവിതത്തിൽ പ്രയോഗിക്കുവാൻ സഹായിക്കുക എന്നതുമാണ്. അധികം വൈകാതെ തന്നെ രാമകൃഷ്ണ മിഷൻ പ്രധാനമായ സേവന പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് കണ്ട് തൃപ്തിയടയുവാൻ സ്വാമിജിക്ക് സാധിച്ചു. 1897 മിഷന്റെ ആദ്യത്തെ ക്ഷാമനിവാരണ പ്രവർത്തനം മുർഷിദാബാദ് ജില്ലയിൽ അഖണ്ഡാനന്ദ സ്വാമിജി സംഘടിപ്പിച്ചു. തൊട്ടടുത്ത വർഷം കൽക്കത്തയിലുണ്ടായ പ്ലേഗ് ബാധയെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിവേദിത മുതലായ ശിഷ്യഗണങ്ങളും നടത്തി. മദ്രാശിയിലെ പ്രവർത്തനം ശ്രീരാമകൃഷ്ണാനന്ദ സ്വാമിയും സിലോണിൽ ശിവാനന്ദ സ്വാമിയും ആരംഭിച്ചു. ശാരദാനന്ദ സ്വാമി ഇംഗ്ലണ്ടിലേക്കും അഭേദാനന്ദ സ്വാമി അമേരിക്കയിലേക്കും വേദാന്ത പ്രവർത്തനങ്ങൾക്കായി പോയി. കൽക്കത്തയിൽ സിസ്റ്റർ നിവേദിതയും മറ്റ് സ്വാമിമാരും പ്രസംഗിച്ച സമ്മേളനങ്ങൾ മിഷൻ സംഘടിപ്പിച്ചു.
സ്ത്രീകളെ സഹായിക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി സിസ്റ്റർ നിവേദിത പെൺകുട്ടികൾക്കൊരു വിദ്യാലയം തുറന്നു. മിഷന്റെ 2 മുഖ്യ പ്രസിദ്ധീകരണങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രബുദ്ധ ഭാരതം എന്ന മാസികയും ബംഗാളി ഭാഷയിൽ ഉദ്ബോധൻ എന്ന മാസികയും പുറത്തു വന്നു. അങ്ങനെ 1897 ഫെബ്രുവരി മുതൽ 99 ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം വീണ്ടും ഇംഗ്ലണ്ടിൽ പോകുന്നതുവരെയുള്ള 2 കൊല്ലത്തിനിടയിൽ ഗുരുവിന്റെ ദൗത്യപ്രവർത്തന ചക്രം സംഘടിതമായ രൂപത്തിൽ ചലിപ്പിച്ച് സ്വാമിജി കൃതാർത്ഥത നേടി. പാവങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം നിർബന്ധമാക്കുക, വേദാന്തികളെ ഒരു ധർമ്മോപദേശ സംഘമാക്കുക, സ്വരാജ്യ സ്നേഹം അതിശ്രേഷ്ഠമായ ഒരു മൂല്യമായി സ്വീകരിക്കുക എന്നിവയാൽ സന്യാസവൃത്തിക്ക് ഒരു പുതിയ വഴിത്തിരിവ് വരുത്തുവാനുള്ള സ്വാമിജിയുടെ ശ്രമങ്ങൾ ആദ്യം ചില യാഥാസ്ഥിതികരായ സഹോദര സന്യാസിമാരിൽ നിന്നുപോലും എതിരഭിപ്രായം ഉണ്ടായി. തങ്ങളുടെ ഗുരുനാഥൻ വിട്ടുവീഴ്ചയില്ലാതെ സർവസംഘ പരിത്യാഗത്തെ പ്രചരിപ്പിച്ച ആളായിരുന്നു എന്നും ഭക്തിയും ധ്യാനവും വഴി ഈശ്വര സാക്ഷാത്കാരം നേടാൻ ശിഷ്യന്മാരെ എപ്പോഴും ഉപദേശിച്ചിരുന്നു എന്നുമുള്ള ചിന്താഗതിയാണ് അവർക്കുണ്ടായിരുന്നത്. ഈശ്വര സാക്ഷാത്കാരത്തിന് കൂടുതൽ കൂടുതൽ അന്തർദർശനം ആവശ്യമായിരിക്കെ ഒരു മുമുക്ഷുവിനെ സേവന പ്രവർത്തനങ്ങളിലും പ്രചരണ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുത്തുന്നത് അവനെ ബഹിർമുഖനാക്കാനേ ഉപകരിക്കുകയുള്ളൂ. ഒരു സാമുദായിക മൂല്യം എന്ന നിലയിൽ സ്വരാജ്യ സ്നേഹം എത്ര വിലപ്പെട്ടതായാലും ശരി, അതിനൊരു മോക്ഷാർത്ഥിയുമായി ബന്ധമേയില്ല. സംഘടനകൾ രൂപവൽക്കരിക്കുക, പ്രചരണം നടത്തുക, മഠങ്ങളും പ്രവർത്തന കേന്ദ്രങ്ങളും സ്ഥാപിക്കുക എന്നിങ്ങനെയുള്ള സ്വാമിജിയുടെ ആശയങ്ങൾ എല്ലാം തന്നെ പാശ്ചാത്യരുടെ ആശയങ്ങളാണെന്നും ഗുരുദേവന്റെ ഉപദേശങ്ങളുമായി ബന്ധമില്ലാത്തവയാണെന്നും അവർക്ക് തോന്നി. അവരുടെ ഈ എതിർപ്പിനെ സ്വാമിജി തരണം ചെയ്തത് പ്രധാനമായും അവർക്ക് ഗുരുവിനോടുള്ള കൂറിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ്. ഗുരു അവരെ എല്ലാവരെയും തന്റെ നേതൃത്വത്തിനും മാർഗോപദേശത്തിനും വിധേയമാക്കിയിട്ടുള്ളതാണെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നല്ലോ. തക്ക സമയത്ത് പ്രചരിപ്പിക്കുവാൻ ഗുരു തനിക്ക് പ്രചോദനം നൽകിയതാണ് സ്വാമിജി അവരോട് ചെയ്യാൻ നിർദ്ദേശിച്ചത്. എപ്പോഴും സമാധിയിൽ മുഴുകിയിരിക്കാതെ തലമുറകളായി ജനങ്ങൾക്ക് തണലേക്കുവാനുതകുന്നൊരു പന്തലിച്ച വൃക്ഷത്തെപ്പോലെയാകണമെന്ന് തന്നോട് ഗുരു കൽപ്പിച്ചതിൻ്റെ പൊരുൾ മറ്റെന്താണ്? മനുഷ്യ, ജീവികളോട് കാരുണ്യം കാണിക്കാൻ നീ ആരാണ്? കാരുണ്യമല്ല വേണ്ടത്. അന്തസ്ഥിതനായ ഈശ്വരനെ ആരാധിക്കുന്നത് പോലെ എല്ലാവർക്കും സേവനം നൽകുകയാണ് വേണ്ടത് എന്ന ഗുരുവിൻ്റെ ആവേശകരവും അവരെല്ലാം കേട്ടിട്ടുള്ളതുമായ ഉപദേശത്തിന് മറ്റെന്തർത്ഥമാണുള്ളത്? ഒഴിഞ്ഞ വയറുമായി കഴിയുന്നവർക്ക് ഒരു മതവുമില്ലെന്ന് ഗുരു പഠിപ്പിച്ചില്ലേ? സ്വാർത്ഥമായ മുക്തി അന്വേഷിക്കുന്നതിന് വേണ്ടിയല്ല ഗുരു നിലകൊണ്ടിരുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കു വേണ്ടി യഥാർത്ഥ ഭക്തിയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ സ്വന്തം മുക്തിയെ മറക്കുന്നതാണ് ഏറ്റവും ഉന്നതമായ സാധന. താനുമായി സമ്പർക്കത്തിലേർപ്പെട്ട ഏതാനും പേർക്ക് മാത്രം മോക്ഷം നൽകുവാനല്ല, ഇനിയും വരാനിരിക്കുന്ന തലമുറകൾക്ക് ഒരു മുക്തിമാർഗം കാണിച്ചു കൊടുക്കുവാനാണ് ഗുരു അവതരിച്ചത്. ലോകത്തിലെ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് കഴിയുന്ന വിധത്തിലെല്ലാം യത്നിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരുടെ കർത്തവ്യമല്ലേ? ശിഷ്യന്മാർ ധരിച്ചിരുന്നതിനേക്കാൾ എത്രയോ മഹത്വമുള്ളവനാണ് ശ്രീരാമകൃഷ്ണൻ എന്ന് സ്വാമിജി ചൂണ്ടിക്കാണിച്ചു. അപരിമേയമായ മാർഗങ്ങളിലൂടെ വികസിപ്പിക്കാവുന്ന അനന്തമായ ആത്മീയ തത്വങ്ങളുടെ മൂർത്തീകരണമാണ് അദ്ദേഹം. യാഥാസ്ഥിതികർക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, ഗുരുവിൻ്റെ ഹിതം പ്രകടിപ്പിക്കുന്ന മാധ്യമമാണ് സ്വാമിജി എന്നവർ അംഗീകരിച്ചത്. സ്വാമിജി രൂപരേഖ നൽകിയ പ്രവർത്തന രീതിയുമായി ചേർന്നു നിൽക്കുവാൻ അവരെ പ്രേരിപ്പിച്ചു. ഇത്തരം ഏകീകരണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് പലയിടത്തും പോകേണ്ടി വന്നു. അതുകൊണ്ട് സ്വാമിജിക്ക് വളരെ കാലം മഠത്തിൽ താമസിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ പോയ സ്ഥലങ്ങളിലൊന്നും അദ്ദേഹത്തിന് ആവശ്യമായിരുന്ന വിശ്രമം ലഭിച്ചതുമില്ല. ജനക്കൂട്ടങ്ങൾ അദ്ദേഹത്തെ വളയുകയും ശ്രമകരമായ പ്രസംഗ ചർച്ചാ പരിപാടികളിലേക്ക് അദ്ദേഹത്തെ വലിച്ചിഴയ്ക്കുകയും ചെയ്തു. വൈദ്യോപദേശമനുസരിച്ച് സുഖവാസ സ്ഥലമായ ഡാർജിലിംഗിലേക്കും അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. പക്ഷേ ഈ ഒഴിവുകാല പര്യടനവും അതിനുശേഷം നടത്തിയ യാത്രകളും പ്രതീക്ഷിച്ച സുഖപ്രാപ്തിയുടെ ഒരംശം മാത്രമേ നൽകിയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അക്കാലത്ത് ഫലപ്രദമായ ചികിത്സ ഇല്ലാതിരുന്ന പ്രമേഹമെന്ന ദാരുണ രോഗത്തിൻ്റെ പിടിയിൽ
അദ്ദേഹം പെട്ടുകഴിഞ്ഞിരുന്നു. ഒരു അത്യാവശ്യ ജോലി നിർവഹിക്കുന്നതിനായി കൽക്കത്തയിലേക്ക് മടങ്ങേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹം അൽമോറയ്ക്ക് പുറപ്പെടുകയും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വ്യാപകമായ പര്യടനം നടത്തുകയും ചെയ്തു. പഞ്ചാബ്, സിന്ധു, രാജപുത്താന മുതലായ പ്രദേശങ്ങളിലെ പല നഗരങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനായുള്ള ക്ഷണം ലഭിച്ചു. പോയ ദിക്കിലെല്ലാം ഗംഭീര സ്വീകരണങ്ങളും അൽമോറ, ബറേലി, അംബാല, അമൃതസരസ്, ധർമ്മശാല, മുറി, ബരാമുള്ള, ശ്രീനഗർ എന്നീ സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. ശ്രീനഗറിൽ ആ പ്രദേശത്തിൻ്റെ സവിശേഷതയായ ഹൗസ് ബോട്ട് ഉപയോഗിച്ച് ആഴം കുറഞ്ഞ ജലമാർഗങ്ങളിൽ കൂടി അദ്ദേഹം അവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ചുറ്റി സഞ്ചരിച്ചു. ആ യാത്ര അദ്ദേഹത്തിന് അത്യാവശ്യമായിരുന്ന ഏകാന്തതയും വിശ്രമവും നൽകി. പിന്നീട് അദ്ദേഹം റാവൽപിണ്ടിയിലേക്ക് പോയി. അവിടെ നിന്ന് ജമ്മുവിലേക്കും തുടർന്ന് സിയാൽകോട്ട് വഴി ലാഹോറിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് അദ്ദേഹം വേദാന്തം എന്ന തലക്കെട്ടുള്ള പ്രസംഗങ്ങൾ ഉൾപ്പെടെ പ്രധാന പ്രസംഗങ്ങൾ നടത്തി. രോഗം വീണ്ടും അദ്ദേഹത്തെ മലമ്പ്രദേശത്തെ സുഖവാസ കേന്ദ്രമായ ഡെറാഡൂണിലെത്തിച്ചു. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയും തൻ്റെ ആത്മാർത്ഥ ശിഷ്യനായ ഗേത്രി രാജാവായ അജിത് സിംഗിനെ കാണുകയും ചെയ്തു. അജിത് സിംഗ് ആണ് പാശ്ചാത്യ രാജ്യത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ യാത്രയുടെ ചെലവ് വഹിച്ചത്. ഗേത്രിക്ക് പോകും വഴി ആൾവാറും ജയ്പൂരും, ഗേത്രി കഴിഞ്ഞ ശേഷം അജ്മീർ, ജോധ്പൂർ, ഇൻഡോർ എന്നീ നഗരങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്തു. സിന്ധു, കത്തിയവാർ, ഗുജറാത്ത്, ബറോഡ മുതലായ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ക്ഷണങ്ങളും അവിടങ്ങളിൽ ഉദ്ദേശിച്ചിരുന്ന പരിപാടികളും ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാൽ റദ്ദാക്കിക്കൊണ്ട് 1898 ജനുവരി 2-ാം വാരത്തിൽ അദ്ദേഹം തൻ്റെ ഇന്ത്യയിലെ പ്രചരണ യാത്ര അവസാനിപ്പിച്ച് കൽക്കത്തയിലെത്തി. കൽക്കത്തയിൽ മടങ്ങിയെത്തിയ സ്വാമിജി 1899 രണ്ടാമതും പാശ്ചാത്യ രാജ്യങ്ങളിൽ അദ്ദേഹം പോകുന്നതുവരെ സന്യാസി സംഘങ്ങളിൽ ചേർന്ന് പുതിയ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുന്നതിൽ അദ്ദേഹം വ്യാപൃതനായി. സ്വാമിജി കൽക്കത്തയിൽ താമസിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉറ്റ പാശ്ചാത്യ ശിഷ്യരായ മിസ് മുള്ളർ, മിസ്സിസ് ഓൾബുൾ, മിസ് മക്ലിയോഡ്, മിസ് മാർഗ്രറ്റ് നോബിൾ എന്നിവരും ഉണ്ടായിരുന്നു. സ്വാമിജി കൽക്കത്തയിൽ താമസിച്ചിരുന്നപ്പോൾ ഈ ശിഷ്യഗണം മഠത്തിനടുത്ത് പാർക്കുകയും ആരോഗ്യം വീണ്ടെടുക്കാനായി ഡാർജിലിംഗ് മുതലായ സ്ഥലങ്ങളിലേക്ക് സ്വാമിജി പോയപ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു. 1898 മെയ് മാസത്തിൽ അദ്ദേഹം തൻ്റെ പാശ്ചാത്യ ശിഷ്യരും ഏതാനും സഹോദര സന്യാസിമാരും ഒരുമിച്ച് അൽമോറയിലേക്ക് പോയി. താൻ വളരെ സ്നേഹിച്ചിരുന്ന 3 പേരുടെ മരണവാർത്ത അൽമോറയിൽ വെച്ച് സ്വാമിജി അറിഞ്ഞു. വിശ്വസ്ത ശിഷ്യനും ചുരുക്കെഴുത്തുകാരനുമായ ഗോഡ്വിൻ ഊട്ടിയിൽ വെച്ച് സന്നിപാത ജ്വരം മൂലം മരണമടഞ്ഞു. ശ്രീരാമകൃഷ്ണദേവൻ കഴിഞ്ഞാൽ സ്വാമിജിക്ക് ഏറ്റവും കൂടുതൽ ആരാധ്യനായിരുന്നു പവനാഹരി ബാബ. അന്ന് മദുരാശിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന പ്രബുദ്ധ ഭാരതം എന്ന മാസികയുടെ ബുദ്ധിശാലിയായ പത്രാധിപർ വെറും 26 വയസ്സ് മാത്രമുള്ള രാജമയ്യർ എന്നിവരായിരുന്നു ഈ 3 പേർ. ദുസ്സഹമായ ഈ ദുഃഖവാർത്തകൾ കേൾക്കാനിടയായ സ്ഥലത്ത് തുടർന്ന് താമസിക്കാൻ സ്വാമിജി ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം കാശ്മീരിലേക്കും ഹിമാലയ പ്രാന്തങ്ങളിലെ മറ്റ് തീർത്ഥാടക കേന്ദ്രങ്ങളിലേക്കും പുറപ്പെട്ടു. പ്രകൃതി സൗന്ദര്യത്തെ അതിൻ്റെ അത്യുത്തമ ഭാവത്തിൽ പ്രകടമാക്കുന്ന വശ്യദൃശ്യങ്ങളോടുകൂടിയ കാശ്മീരിലെ ജലമാർഗങ്ങൾ, കുന്നുകൾ, താഴ്വരകൾ എന്നിവയിലൂടെ സ്വാമിജി നടത്തിയ യാത്രകളെക്കുറിച്ചുള്ള വിശദ വിവരം സിസ്റ്റർ നിവേദിതയുടെ സ്വാമി വിവേകാനന്ദൻ്റെ കൂടെയുള്ള യാത്രകൾ എന്ന ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 സംഭവങ്ങൾ ഇപ്രകാരമായിരുന്നു. ഹിമാലയത്തിൽ 18,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ഞു മൂടിയതും വിസ്തൃതവുമായൊരു ഗുഹയാണ് അമർനാഥ് ശിവക്ഷേത്രം. കുന്നുകളിലെ കീഴ്ക്കാന്തൂക്കായ കയറ്റങ്ങളും ഇറക്കങ്ങളും താണ്ടുകയും ഹിമപരപ്പിൽ കൂടി നടക്കുകയും ചെയ്യേണ്ടതിനാൽ അവിടേക്കുള്ള യാത്ര വളരെ ആയാസകരമാണ്. തണുപ്പും കഠിനം. അന്ന് തീർത്ഥാടന കാലമായതുകൊണ്ട് ഏകദേശം 2000 തീർത്ഥാടകർ, സാധാരണക്കാരും സന്യാസിമാരും അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. താഴെയൊരു സങ്കേതത്തിൽ തങ്ങുവാൻ മറ്റുള്ളവരോട് അദ്ദേഹം നിർദ്ദേശിച്ചു. തൻ്റെ ക്ഷയിച്ചുകൊണ്ടിരുന്ന ആരോഗ്യത്തെ വകവയ്ക്കാതെ തണുത്ത വെള്ളത്തിൽ കുളിക്കുക, ഉപവസിക്കുക, എല്ലാ അനുഷ്ഠാനങ്ങളോടും കൂടി പ്രാർത്ഥന നടത്തുക, ചില സ്ഥലങ്ങളിൽ ഈറൻ വസ്ത്രങ്ങൾ തന്നെ ധരിക്കുക,
പ്രയാസമേറിയ വഴിയിൽ കൂടി നടക്കുക എന്നിങ്ങനെ ക്ലേശകരമായ എല്ലാ തീർത്ഥാടന മുറകളും സ്വാമിജി അനുഷ്ഠിച്ചു. സ്നാനത്തിന് ശേഷം ഗുഹാക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ആകമാനം വിറച്ചിരുന്നു. ഒരു ദേവാലയം മുഴുവൻ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വലുതായിരുന്നു ഗുഹ. അതിൽ ഒരു നിഴൽപ്പാടിലുള്ള ചുവർപ്പൊത്തിൽ ഹിമനിർമ്മിതമായൊരു വലിയ ശിവലിംഗം, നല്ല ആകൃതി വരുത്തിയ ദീപ്തിമത്തായ ഹിമക്കട്ട, കർപ്പൂരം പോലെ ശുഭ്രം, കമാനാകൃതിയിലുള്ള മേൽത്തട്ടിൽ നിന്നും നിരന്തര ആരാധനയാൽ എന്ന പോലെ ജലകണികകൾ അതിൽ വീണുകൊണ്ടിരിക്കുന്നു. ആ ഭയാനകമായ സാന്നിധ്യത്തിൽ സ്വാമിജി പരമാനന്ദാനുഭൂതിയിൽ ആണ്ടുപോയി. കുറച്ചു ദിവസത്തേക്ക് മറ്റൊന്നിനെക്കുറിച്ചും സംസാരിക്കാൻ കഴിയാത്ത വിധം ആ മഹാശയന്റെ സാന്നിധ്യം അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നു. സർവം ശിവമയം, അനശ്വരമായ ശിവം. ആ സന്യാസി ശ്രേഷ്ഠൻ തൻ്റെ ലൗകികതയെല്ലാം വിട്ട് ധ്യാനാധീനനായി. അമർനാഥിലേക്കുള്ള തീർത്ഥയാത്രയ്ക്ക് ശേഷം ശ്രീനഗറിലേക്ക് മടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു മാതൃപൂജാഭാവത്തിൽ ലയിച്ചു. ആ ലയനം വിശ്രമത്തിനും ഉറക്കത്തിനും ഇട നൽകാത്ത ഒരു മനോവ്യാധി പോലെ അദ്ദേഹത്തിൽ കാണപ്പെട്ടു. സെപ്റ്റംബർ 2 രാത്രി ഒരു ഏകാന്ത സങ്കേതത്തിലേക്ക് തൻ്റെ ഹൗസ് ബോട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ദക്ഷിണേശ്വരത്ത് വെച്ചുണ്ടായതുപോലെ ദിവ്യമാതാവിനെക്കുറിച്ച് വ്യക്തമായ ഒരു അനുഭൂതി ഉണ്ടായെന്ന് തോന്നുന്നു. ഇരുണ്ടതും വേദനിക്കുന്നതും തരണം ചെയ്യാൻ കഴിയാത്തതുമായ ലൗകികാനുഭവങ്ങളിൽ തൻ്റെ ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിച്ചും ആ പ്രതിഭാസത്തിൻ്റെ പിറകിലുള്ള ഏകശക്തിയെ ആ പ്രത്യേക മാർഗത്തിലൂടെ പ്രാപിക്കാൻ നിശ്ചയിച്ചും പ്രവർത്തിച്ച അദ്ദേഹത്തിന് രൗദ്രഭാവത്തിലുള്ള കാളിയുടെ ദർശനം ഉണ്ടായി. ആ അനുഭൂതിയുടെ സന്തുഷ്ടി അദ്ദേഹം ഒരു ചെറിയ പദ്യത്തിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട്. ആ പദ്യമാണ് കാളിമാത. പദ്യം എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പേന താഴെ വീണു. അദ്ദേഹം ഹർഷദായകമായ ഭാവസമാധിയിൽ ലയിച്ച് മൃതപ്രായനായി കിടന്നുപോയി. അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം ഭീതിഭാവത്തെ ആരോപിക്കുക, വേദനയിലും ആ മാതാവിൻ്റെ മധുരവദനം ദർശിക്കുക എന്നിവയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എല്ലാ മനുഷ്യരോടുമൊപ്പം സുഖമാണ് ജീവിതോദ്ദേശമെന്ന് പറയുന്നത് തെറ്റാണ്. അത്ര തന്നെ ആളുകൾ വേദനയെ ആരായുന്നതിനാണ് ജനിച്ചിട്ടുള്ളത്. പീഡനത്തിനും പരമാനന്ദമുണ്ടാകും. നമുക്ക് ഭയത്തെ ആരാധിക്കാം, ഭയത്തിന് വേണ്ടി തന്നെ വീണ്ടും. മാധുര്യം, സന്തോഷം എന്നിവ ഉളവാക്കുന്ന അനുഭവങ്ങളിൽ എന്ന പോലെ തന്നെ പാവം, ഭയം, ദുഃഖം, ഉന്മൂലനാശം എന്നിവയിലും സഹജമായി ദിവ്യമാതാവിനെ കണ്ടറിയുവാൻ പഠിക്കുക. ഭയത്തെ ആരാധിക്കുന്നത് കൊണ്ട് മാത്രമേ ഭയത്തെ ജയിച്ച് അമരത കൈവരിക്കുവാൻ കഴിയുകയുള്ളൂ. മരണത്തെ ധ്യാനിക്കുക, വീണ്ടും വീണ്ടും ധ്യാനിക്കുക, ഭയത്തെ ആരാധിക്കുക. മാതാവ് തന്നെയാണ് ബ്രഹ്മ. ഹൃദയം ഒരു ശ്മശാനമാകണം. അഹന്ത, സ്വാർത്ഥ, മോഹം എന്നിവയെല്ലാം ആ ശ്മശാനത്തിൽ കത്തിച്ചാമ്പലാകട്ടെ. അപ്പോൾ മാത്രം മാതൃദേവി പ്രത്യക്ഷപ്പെടും. ഈ അനുഭൂതിക്ക് ശേഷം സ്വാമിജി സെപ്റ്റംബർ 30 തനിച്ച് ക്ഷീരഭവാനിയിലെ വർണ്ണപ്പൊലിമയാർന്ന അരുവി പ്രദേശത്തേക്ക് യാത്രയായി. അവിടെ ദേവിയുടെ കീർത്തി കേട്ട ഒരു ക്ഷേത്രമുണ്ട്. സ്വാമിജി അവിടെ 6 ദിവസം തീവ്രമായ വ്രതനിഷ്ഠകളോടുകൂടി കഴിച്ചുകൂട്ടി. എല്ലാ ദിവസവും അദ്ദേഹം ഹോമം ചെയ്യുകയും ദേവിക്ക് പാൽ വഴിപാട് നൽകുകയും ചെയ്തു. ചിത്തവൃത്തിയിൽ പാടെ മാറ്റം വന്ന് ദിവ്യമാതാവിൻ്റെ ഒരു ശിശുവായി തീർന്നു അദ്ദേഹം. നേതാവ്, ഗുരു, പ്രവർത്തകൻ എന്നിങ്ങനെയുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ബോധമണ്ഡലത്തിൽ നിന്നും അപ്രത്യക്ഷമായി. 6 ദിവസത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർ തമ്പടിച്ചിരുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ആകെ രൂപം മാറിയ മട്ടിൽ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്വരാജ്യ സ്നേഹമെല്ലാം മറഞ്ഞു, എല്ലാം പോയി. കൂടുതൽ പദ്ധതികൾ തയ്യാറാക്കുന്നത് ഞാൻ നിർത്തി. ഇനിയിപ്പോൾ അമ്മ എന്നത് മാത്രമേയുള്ളൂ. അസാധാരണമായ ഒരു അനുഭവം അദ്ദേഹത്തിന് ക്ഷീരഭവാനിയിൽ വെച്ച് ഉണ്ടായി. ഒരിക്കൽ മുസൽമാന്മാരാൽ ആക്രമിക്കപ്പെട്ട ഈ ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്നു. അവശിഷ്ടങ്ങളുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് ആ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടപ്പോൾ താനുണ്ടായിരുന്നെങ്കിൽ അതിനെ സംരക്ഷിക്കാനായി തൻ്റെ ജീവൻ പോലും ബലിയർപ്പിക്കുമായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചു പോയി. അപ്പോൾ
അമ്മയുടെ ശബ്ദം യഥാർത്ഥത്തിൽ തന്നോട് ഇങ്ങനെ പറയുന്നതായി അദ്ദേഹം കേട്ടു. അവിശ്വാസികൾ എൻ്റെ ക്ഷേത്രത്തിൽ കടന്ന് എൻ്റെ വിഗ്രഹത്തെ കളങ്കപ്പെടുത്തിയാൽ തന്നെ എന്ത്? അതിൽ നിനക്കെന്തുള്ളൂ? നീയാണോ എന്നെ രക്ഷിക്കുന്നത്, അതോ ഞാൻ നിന്നെ രക്ഷിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് എണ്ണമറ്റ ക്ഷേത്രങ്ങളും സന്യാസി മഠങ്ങളും ഉണ്ടാകും. ഈ സ്ഥലത്തു തന്നെ വേണമെങ്കിൽ ഒരു 7 നില സുവർണക്ഷേത്രം ഈ നിമിഷം സൃഷ്ടിക്കുവാൻ എനിക്ക് കഴിയും. അതിനുശേഷം കാളി മാതാവ് എന്ന തൻ്റെ പദ്യത്തിൽ ഏതാനും വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ മൃത്യുവിൻ്റെ രൂപത്തെ ആശ്ലേഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്ഷീരഭാവനയിലുള്ളപ്പോൾ രാത്രിയുടെ ഇരുട്ട് നിറഞ്ഞ സമയങ്ങളിൽ അദ്ദേഹം ദേവിയുടെ ഭീകരഭാവത്തെ ധ്യാനിച്ചിരിക്കവേ തൻ്റെ സഹപ്രവർത്തകരിൽ 1-2 പേർക്ക് മാത്രം വെളിപ്പെടുത്തിയ മറ്റു വെളിപാടുകളും അദ്ദേഹത്തിന് ഉണ്ടായി. എല്ലാവർക്കും അറിയത്തക്ക വിധം പരസ്യമാക്കാൻ പാടില്ലാത്തവണ്ണം അത്രമാത്രം അലൗകികങ്ങളായ വെളിപാടുകളായിരുന്നു അവ. 1898 ഒക്ടോബർ 18 സ്വാമിജിയും പരിവാരങ്ങളും കൽക്കത്തയിലേക്ക് മടങ്ങി. സ്വാമിജിയുടെ ആരോഗ്യം ഒരു തരത്തിലും മെച്ചപ്പെട്ടിരുന്നില്ല. കടുത്ത തണുപ്പും മലകയറ്റത്തിലുള്ള ക്ലേശവും അഗാധമായ ആധ്യാത്മിക അനുഭവങ്ങളുടെ പ്രഭാവവുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദയപേശികൾക്ക് സ്ഥിരമായ വീക്കം വരുത്തി. അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിനും മാറ്റം വന്നു. അദ്ദേഹം ആ സമയത്തൊരു ശിഷ്യനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാനിപ്പോൾ ഭക്തിയിലാണ്. എനിക്ക് വാർദ്ധക്യം വരും തോറും ജ്ഞാനത്തിൻ്റെ സ്ഥാനം ഭക്തി കരസ്ഥമാക്കുന്നു. സുഹൃത്തുക്കളുടെയും ശിഷ്യന്മാരുടെയും അഭ്യർത്ഥനയനുസരിച്ച് സ്വാമിജി രണ്ടാമതും ഒരു പടിഞ്ഞാറൻ യാത്രയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സംഭവം നടന്നു. 1898 ഡിസംബർ 9 ബേലൂർ മഠത്തിൻ്റെ പ്രതിഷ്ഠാപന കർമ്മമായിരുന്നു അത്. ശ്രീരാമകൃഷ്ണന്റെ ഭൗതികാവശിഷ്ടങ്ങളെ ആചാരപരമായി പൂജിക്കുന്ന കർമ്മം സ്വാമിജി തന്നെ ആ ദിവസം നിർവഹിച്ചു. എന്നിട്ട് ആ അവശിഷ്ടങ്ങളെ അടക്കം ചെയ്തിട്ടുള്ള കലശം അദ്ദേഹം തന്നെ തൻ്റെ വലത്തെ ചുമലിൽ വഹിച്ചുകൊണ്ട് പുതിയ മഠത്തിലേക്കുള്ള ഘോഷയാത്രയുടെ മുമ്പിൽ നടന്നുകൊണ്ടുപോയി. തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് സ്വാമിജി ഒരു ശിഷ്യനോട് ഇങ്ങനെ പറഞ്ഞു: ഗുരുദേവൻ എന്നോടൊരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്, നീ എന്നെ നിന്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് എവിടേക്ക് പോകുമോ അവിടെ ഞാൻ വസിക്കും. അതൊരു വൃക്ഷച്ചുവട്ടിലായാലും കൊള്ളാം, ഏറ്റവും താഴ്ന്ന തരം കുടിലിലായാലും കൊള്ളാം. ആ കരുണാമയമായ വാഗ്ദാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ ഭാവി മഠത്തിൻ്റെ സ്ഥലത്തേക്ക് ചുമന്നുകൊണ്ടുപോകുകയാണ്. കുട്ടി, നീ ഇത് ധരിച്ചുകൊള്ളുക. അദ്ദേഹത്തിൻ്റെ നാമധേയം, തൻ്റെ അനുയായികൾക്ക് വിശുദ്ധി, ദൈവീകത, എല്ലാ മനുഷ്യരോടും ദീനാനുകമ്പയോടുള്ള സ്നേഹഭാവം എന്നിവയാൽ ആവേശം നൽകുന്നിടത്തോളം കാലം അദ്ദേഹം, എൻ്റെ ഗുരുദേവൻ, തൻ്റെ പവിത്രമായ സാന്നിധ്യം കൊണ്ട് ഈ സ്ഥലം പരിശുദ്ധമാക്കും. സ്വാമിജി തന്നെ പൂജ നടത്തി പായസം പാകം ചെയ്ത് നിവേദിച്ചു. വിരാജഹോമത്തിനുള്ള പുണ്യാഗ്നി ജ്വലിപ്പിക്കുകയും ചെയ്തു. ചടങ്ങുകളുടെ അവസാനത്തിൽ അവിടെ കൂടിയിരുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു: എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഈ യുഗത്തിലെ ദിവ്യാവതാരമായ ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നുമെന്നും ഈ സ്ഥലത്തെ അനുഗ്രഹിക്കട്ടെ എന്നും അസംഖ്യം ആളുകളുടെ നന്മയ്ക്കും സുഖത്തിനും വേണ്ടി ഇതിനെ എല്ലാ മതങ്ങളുടെയും ജാതിയുടെയും യോജിപ്പിൻ്റെ അതിവിശിഷ്ടമായ കേന്ദ്രമാക്കി പുണ്യമാക്കി തീർക്കട്ടെ എന്നും പ്രാർത്ഥിക്കുവിൻ. അതിനുശേഷം ഒരു ശിഷ്യനോട് സ്വാമിജി പറയുകയുണ്ടായി: ദൈവഹിതമനുസരിച്ച് ഇന്ന് ഈ ധർമ്മക്ഷേത്രം സ്ഥാപിതമായി. ഒരു 12 കാലമായി ഞാൻ വഹിച്ചു വരുന്ന ചുമതലകളുടെ ഭാരത്തിൽ നിന്നും വിമുക്തനായതുപോലെ ഇന്നെനിക്ക് തോന്നുന്നു. ഇപ്പോഴെൻ്റെ മനസ്സിൽ ഒരു വെളിപ്പാടുണ്ടാകുന്നു. ഈ മഠം വിജ്ഞാനത്തിൻ്റെയും ആത്മീയ സാധനകളുടെയും ഒരു മഹത്തായ കേന്ദ്രമായി തീരും. ഭക്തരായ ഗൃഹസ്ഥന്മാർ ഭാവിയിലെ ഈ ആത്മീയ സർവകലാശാലയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഭവനങ്ങൾ നിർമ്മിച്ച് അവയിൽ താമസിക്കും. ഇംഗ്ലണ്ട്, അമേരിക്ക മുതലായ രാജ്യങ്ങളിലെ ഭക്തന്മാർ വന്ന് തെക്കുഭാഗത്ത് അവരുടെ വസതികൾ നിർമ്മിക്കും. നിങ്ങൾക്കെന്തു തോന്നുന്നു എന്ന് സ്വാമിജി ആ ശിഷ്യൻ്റെ നേർക്ക് തിരിഞ്ഞ് ചോദിച്ചു. ഏറ്റവും മനോഹരമായ ഈ ഭാവനാശകലം എന്നെങ്കിലും യഥാർത്ഥമായി രൂപാന്തരപ്പെടുമോ
എന്ന് ശിഷ്യൻ ആദരപൂർവ്വം സംശയം പ്രകടിപ്പിച്ചു. ഭാവന എന്നോ നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് കേൾക്കൂ. എൻ്റെ പ്രതീക്ഷകളെ കാലം സഫലമാക്കും. ഇപ്പോൾ ഞാൻ അസ്ഥിവാരം ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മഹത്തായ കാര്യങ്ങൾ പിന്നീട് വന്നെത്തും. ചെയ്യേണ്ട കർത്തവ്യങ്ങളിൽ എൻ്റേതായ പങ്ക് ഞാൻ വഹിച്ചു കൊള്ളാം. നിങ്ങൾക്ക് ഭാവിയിൽ പ്രാവർത്തികമാക്കാനുള്ള വിവിധങ്ങളായ എല്ലാ ആശയങ്ങളെക്കുറിച്ചും നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കാം. മതത്തിൻ്റെ ഉയർന്ന തത്വങ്ങളും ആദർശങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ പോരാ, ജീവിതത്തിൻ്റെ പ്രായോഗിക മണ്ഡലത്തിൽ കൊണ്ടുവരികയും വേണം. മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, സ്നേഹം.